ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു പ്ലാസ്റ്ററിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീടെന്ന് പറയുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പുള്ളിക്കാരൻ്റെ വീടാണ്. അപ്പോൾ ഈ വീട് വർക്ക് എനിക്കാണ് തന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് പുള്ളിക്കാരൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്യുന്ന വർക്ക് ഇഷ്ടപ്പെട്ട് ആ ഒരു വിശ്വാസത്തോടെയാണ് നമുക്ക് ഈ വർക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാസ്റ്റർ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ചുമര്. അപ്പോൾ ഇതിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് കരിങ്കല്ല് കെട്ടാണ്. അപ്പോൾ ഇത് കരിങ്കല്ലും ഈ ഹോളോ ബ്രിക്സും ഒരേ ലെവലിന് തേച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് ഇന്ന് ഞങ്ങൾ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അത് പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വീട് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പ്ലാസ്റ്ററിങ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം ഈ വീഡിയോയ്ക്ക് ശകലം ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ലെങ്ത് കൂടുതലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടിയത്. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ ഉൾഭാഗമൊന്നും നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് ടൈം ഔട്ട്സൈഡ്, അതായത് ഔട്ട്സൈഡ് കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ പ്ലാസ്റ്ററിങ്ങിന് സിമൻറ്റ് മിക്സ് ചെയ്യുന്നത്, മണ്ണിൻ്റെ കണക്ക് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം പല ആൾക്കാരും പല അഭിപ്രായമാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ വീട് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മുടെ വീട് എത്രത്തോളം പ്ലാസ്റ്ററിങ് സ്ട്രോങ് ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം 5-1, അതായത് 5 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ്, ആ ഒരു കണക്കിനാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അതായത് കൊട്ട കണക്കിനാണെങ്കിൽ 10 കൊട്ട മണലിന് 1 പാക്കറ്റ് സിമൻറ്റ്. ഇപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ മണലിൽ സിമൻറ്റ് ഇട്ട് മിക്സിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വട്ടമായിട്ട് ചെയ്ത് 2 പ്രാവശ്യമായിട്ട് ഇതുപോലെ മിക്സിങ് ചെയ്യണം. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ മാത്രമേ സിമൻറ്റും മണലുമായിട്ട് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ മിക്സിങ് ആവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് മണ്ണായിരിക്കും, ചില സ്ഥലത്ത് സിമൻറ്റ് കൂടുതലായിരിക്കും. എന്നിട്ട് നമ്മൾ ഹോളോ ബ്രിക്സ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു പരുവായിരിക്കണം. അതായത് തീരെ ഒരുപാട് ലൂസും ആക്കരുത്, ഒരുപാട് പൊടി ടൈറ്റും ആക്കരുത്. അതൊരു മീഡിയം പരുവത്തിൽ വേണം നമ്മൾ എപ്പോഴും പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളിവിടെ അതിനുള്ള ഉയരം നമ്മൾ ഹോളോ ബ്രിക്സ് അടുക്കി അവിടെ ചാരത്തിൻ്റെ നമ്മൾ ഉയരത്തിനിടാനുള്ള സാധനങ്ങളില്ലാത്തതുകൊണ്ട് പൈപ്പാണ് ഇട്ടത്. പൈപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഗ്രൗട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയുന്നത്, നമ്മൾ ഇത്രയും ലെങ്ത്, അതായത് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് ഒരു മേസ്ത്രിയും ഒരു ഹെൽപ്പറുമാണ്. അപ്പോൾ ഒരു ഹെൽപ്പറിൻ്റെ കുറവുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വേറെ പണികളും കാര്യങ്ങളുണ്ട്. എന്നാലും നമ്മളിന്ന് ഹെൽപ്പർ ഒരാളെ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത്രയും ഏരിയ ഞങ്ങൾ കവർ ചെയ്യണം ഒറ്റ സ്റ്റെപ്പിന്. കാരണം ഒറ്റ സ്റ്റെപ്പിന് ഇത്രയും ഏരിയ കവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേസ്തിരിയേ ഉള്ളൂ. അപ്പോൾ ഒരു മേസ്തിരി ഉള്ളതാകുമ്പോൾ നമ്മൾ ഏരിയ കുറച്ച് കൂടുതൽ സിമൻറ്റ് അടിക്കുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഗ്രൗട്ട് ഒഴിച്ച്, ഈ ഹോളോ ബ്രിക്സ് ആയതുകൊണ്ട് നമ്മൾ ഗ്രൗട്ട് തന്നെ ഒഴിക്കും, വെള്ളം ഒഴിക്കില്ല. കാരണം ഹോളോ ബ്രിക്സിൽ വെള്ളം ഒഴിച്ചിട്ട് ഗ്രൗട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ സിമൻറ്റ് അടിക്കാൻ നേരത്ത് അത് അങ്ങ് ഇഴുകി ഇറങ്ങും. അതായത് കറക്റ്റ് ലെവൽ കിട്ടത്തില്ല. അപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് ഇതുപോലെ ലൂസ് ചാന്തടിച്ചിട്ട് അതിൻ്റെ മേളിൽ പൊടി ചാന്തടിക്കാൻ പാടില്ല എന്ന്. ഒരിക്കലും നമ്മൾ ഈ പ്ലാസ്റ്ററിങ്ങിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് ഈ ഉണക്ക ചാന്ത് അടിക്കുന്നത്. ഉണക്ക ചാന്ത് അടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ ചുവരിലും നമുക്ക് അടിക്കാൻ പറ്റില്ല. ഇതുപോലെ ഹോളോ ബ്രിക്സിലൊക്കെ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നല്ല ഒരു മീഡിയം പരുവത്തിന് ലൂസ് ചാന്ത് ഇതുപോലെ ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം കംപ്ലീറ്റും, അതായത് നമ്മൾ എത്രത്തോളം അടിക്കാൻ പറ്റുമോ അത്രത്തോളം കരണ്ടിക്ക് കോരി തന്നെ അടിക്കണം. ഈ പ്ലേറ്റ് ഉണ്ട്, പ്ലേറ്റ് വെച്ച് നമ്മൾ തേക്കാൻ നിൽക്കരുത്. പ്ലേറ്റ് വെച്ച് തേക്കുന്നെങ്കിൽ അത്രത്തോളം നമ്മൾ ഈ ചുമരിൽ അടിച്ച് പറ്റിക്കണം. അപ്പോൾ ഈ കരണ്ടി വെച്ചാണ് നമ്മൾ ഈ സിമൻറ്റ് കോരി അടിക്കുമ്പോഴുള്ള ഉപയോഗം എന്ന് പറയുന്നത്. ഈ ഹോളോ ബ്രിക്സിൽ ചെറിയ ചെറിയ ഹോളുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റും ഈ സിമൻറ്റും ചാന്തുമായിട്ട് മിക്സിങ് ഫില്ലാവും. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ അടിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഞങ്ങൾ ഏകദേശം ഈ ഒരു ഏരിയ കംപ്ലീറ്റ്, നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് എന്നുള്ളത് ഈ ഒരു ഏരിയ കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് ചെയ്യണം. ആ കരിങ്കല്ല് ഉൾപ്പെടെ പ്ലാസ്റ്ററിങ് ചെയ്ത് ഗ്രൗട്ട് വയ്ക്കണം. ആ ഒരു കണക്കൂട്ടിലാണ് നമ്മൾ രാവിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ലെങ്തിനാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ പ്ലാസ്റ്ററിങ്ങിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സിമൻറ്റ് റാംഗോയുടെ സിമൻറ്റാണ്. അപ്പോൾ റാംഗോ, ശങ്കർ, പ്ലാസ്റ്ററിങ്ങിന് നല്ല സിമൻറ്റ് ഇതൊക്കെയാണ്. പിന്നെ ശങ്കർ സിമൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് കളർ വ്യത്യാസമുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. റാംഗോയ്ക്കും ഈ ശങ്കറും തമ്മിലുള്ള വ്യത്യാസം
രണ്ട് സിമൻറ്റിലും വാട്ടർ പ്രൂഫിങ് കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന സിമൻറ്റ് തന്നെയാണ്. എന്നിട്ട് നമ്മൾ മുഴക്കോലിടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ജന്നൽ കറക്റ്റ് ഏറ്റാണെങ്കിൽ നമ്മളെപ്പോഴും ജന്നലിൻ്റെ ഏറ്റ് ഇട്ട് തന്നെ മുഴക്കോലിടേണ്ടത്. പല ആൾക്കാരും പറയുന്നുണ്ട് നിങ്ങൾ ലെവലെടുക്കില്ലേ എന്ന്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ജന്നൽ കറക്റ്റ് തൂക്കാണ്. അപ്പോൾ തൂക്കാകുമ്പോൾ നമ്മൾ ജന്നലിൻ്റെ ആ തടിയിൽ മുഴക്കോൽ വെച്ച് ചേർത്ത് നമ്മൾ മുഴക്കോൽ വെച്ച് ലെവലിട്ടാൽ മതി. കാരണം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ജന്നലും പ്ലാസ്റ്ററിങ്ങും ആയിട്ട് ഒരേ ഏറ്റായിരിക്കും. അപ്പം നമ്മൾ രണ്ടാമത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ജന്നലിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ജന്നലിൻ്റെ വ്യത്യാസവും പ്ലാസ്റ്ററിങ്ങിൻ്റെ വ്യത്യാസവും നമ്മൾ അതായത് ചുമര് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് പെയിൻ്റ് അടിക്കാൻ നേരത്ത് നമുക്ക് അതിൻ്റെ വ്യത്യാസം എടുത്ത് കാണിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ജന്നലിൻ്റെ കണക്കിൽ തന്നെ നമ്മൾ മുഴക്കോലിടുന്നത്. പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഈ ഇത്രയും ഏരിയ കവർ ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു മേസ്ത്രിയാണ് നിൽക്കുന്നതെങ്കിൽ, രണ്ട് മേസ്ത്രിയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചും കൂടി അടിക്കാം. ഇതിപ്പം ഈ രണ്ട് ജന്നലിൻ്റെ ഇടയിലെ കെട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് അകത്തോട്ട് ശകലം തള്ളി നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ നല്ല ചാന്തുവനം കയറുന്നുണ്ട്. അപ്പോൾ ചാന്തുവനം കുറച്ച് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാം. പക്ഷേ അങ്ങനെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം, വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സൈഡാണ്. അത് കറക്റ്റ് ലെവലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് വാഷൊക്കെ അടിച്ച് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചതിന് ശേഷം ആ വ്യത്യാസം എടുത്ത് കാണിക്കും. അപ്പോൾ നാളെ സമയത്ത് അത് പണി ചെയ്ത മേശരിക്ക് പേരുദോഷം വരും. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാമതും അതിൽ സിമൻ്റ് ഇട്ട് വെച്ചതിന് ശേഷം രണ്ടാമത് ചാന്ത് അടിച്ച് പ്രോപ്പറായിട്ട് നമ്മൾ സാധാ എങ്ങനെയാണോ ഒരു വീട് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് അതുപോലെ. കാരണം ഇത് വീടിൻ്റെ ഓണർ ക്ലയൻറ്റ് എൻ്റെ അടുത്ത് പ്രത്യേകിച്ചും പറയുന്നുണ്ട്, ചേട്ടാ ഞങ്ങളിവിടെ പുട്ടി ഇടുന്നില്ല. അപ്പോൾ പുട്ടി ഇടക്കം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുട്ടി ഇടാത്തതുകൊണ്ട് നമ്മൾ അത്രയും ലെവലായിട്ട് ഫിനിഷ് ചെയ്തിട്ടാണ് തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തേപ്പ് നിങ്ങൾ കാണുമ്പോൾ അറിയാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ തേപ്പ് എത്രത്തോളം നീറ്റായിട്ടാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. പല രീതിയിലും പ്ലാസ്റ്ററിങ് ചെയ്യാം, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ മാക്സിമം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് നമ്മൾ എത്രത്തോളം നീറ്റായിട്ടാണ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് വർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ദൈവം സഹായിച്ച് എൻ്റെ വർക്കിൻ്റെ ഇതുകൊണ്ടും അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് വർക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഫുള്ളും മുഴക്കോലൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കൈപ്പാണി തേപ്പ് വിലക ഇടുമ്പോഴും പല ആൾക്കാരും പറയുന്നുണ്ട്, തേപ്പ് വിലക നിങ്ങൾ മുഴക്കോല് നല്ല രീതിയിൽ ഇട്ടിട്ട് തേപ്പ് വിലക ഇട്ടാൽ എളുപ്പമായിരിക്കുന്നു. ഒരിക്കലുമില്ല. നമുക്കൊരു വിശ്വാസം വേണം. നമ്മൾ ചെയ്യുന്ന പണി നമുക്ക് വിചാരിച്ച രീതിയിൽ ചെയ്ത് തീർക്കാൻ പറ്റും എന്ന് പണി ചെയ്യുന്ന മേസ്ത്രിക്ക് ഒരു വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾക്ക് വർക്ക് എളുപ്പത്തിൽ തീരും. ഇത് ഞങ്ങൾ നല്ല രീതിയിൽ മുഴക്കോൽ ഇട്ടത് കൊണ്ടാണ് ഒറ്റ സ്റ്റെപ്പിന് നമുക്ക് ഒരു ഏരിയ തേപ്പ് വിലകയിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സിമൻറ്റ് വീണ്ടും രണ്ടാമത് പറ്റിച്ച് വീണ്ടും മുഴക്കോലിട്ട് അത് വീണ്ടും തേപ്പ് വിലകയിട്ട് കറക്കി വരുമ്പം നമുക്ക് ഒരുപാട് സമയവും പോവും, അത്രത്തോളം പണി കൂടുതലാവും. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ലെയർ ചാന്ത് സിമൻറ്റ് അടിക്കുമ്പോൾ കനം കൂട്ടി തന്നെ അടിക്കും. കനം കുറച്ചടിക്കില്ല, മാക്സിമം കനം കൂട്ടി തന്നെ അടിക്കും. കാരണം നമുക്ക് ജനലിൻ്റെയും ചുമരിൻ്റെയും അളവ് കാണുമ്പോൾ അറിയാം എത്രത്തോളം കനം കയറും. അപ്പോൾ ആ കനം അനുസരിച്ചാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മണലെന്ന് പറയുന്നത് ഈ പീസ് ആൻഡ് പ്ലാസ്റ്ററിങ്ങിൻ്റെ പീസ് ആൻഡ് പല സൈസുമുണ്ട്, പലതരം. അതായത് കറുത്ത മണലുണ്ട്, വെള്ള മണലുണ്ട്, തരി കൂടുതലുള്ള, അങ്ങനെ പല ഐറ്റം ഉണ്ട്. അത് മണ്ണ് ഇറക്കുമ്പോൾ പ്രത്യേകിച്ചും പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി മണ്ണ് ഇറക്കുമ്പോൾ വണ്ടിക്കാരൻ്റെ അടുത്ത് പറയണം പ്ലാസ്റ്ററിങ് ചെയ്യാൻ പശ, അതായത് അഴുക്കുള്ള മണ്ണ് തന്നെ കൊണ്ടുവരാൻ പറയണം. ഈ അഴുക്കില്ലാത്ത മണ്ണ് വെച്ചാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെങ്കിൽ അതിൽ പശ കുറവായിരിക്കും. നമ്മൾ സിമൻറ്റ് എത്ര സിമൻറ്റ് ഇട്ടാലും നമുക്കത് കാണാൻ പറ്റില്ല, സിമൻറ്റിൻ്റെ ഇത് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞങ്ങൾ ഒരുപാട് സൈറ്റിൽ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവരുടെ അടുത്ത് വണ്ടിക്കാരൻ്റെ അടുത്ത് പ്രത്യേകിച്ചും പറയണം ഇത്തിരി നല്ല മണ്ണ്, അതായത് പശയുള്ള മണ്ണ്, തീരെ വെള്ള കളർ മണൽ ഇറക്കാതെ പശയുള്ള മണ്ണ് തന്നെ ഇറക്കാൻ പറയണം. കാരണം ഈ വെള്ള കളർ മണ്ണെന്ന് പറയുന്നത് ഈ ട്രഷറിൽ കഴുകി ഫ്രഷ്, അതായത് നല്ല രീതിയിൽ കഴുകി വരുന്ന മണ്ണാണ്. അപ്പോൾ അത് അഴുക്കെന്ന് പറയുന്ന സാധനമേ അതിൽ കാണത്തില്ല. അപ്പോൾ അത് വെച്ച് പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് നടക്കത്തില്ല. അതുപോലെ തന്നെ വർക്ക് ഫിനിഷിങ്ങും കിട്ടത്തില്ല, തേച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അതായത് തേച്ച് ഫിനിഷ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ആ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇത്ര ഏരിയ തീർന്നു. ഇനി ഇതിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ മുഴക്കോൽ, പല ആൾക്കാർക്കുള്ള സംശയമാണ് മുഴക്കോലിട്ട് കാണിക്കുകയാണ്. ഈ മുഴക്കോലിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും ഞങ്ങളെ പ്ലാസ്റ്ററിങ് ഏത് ലെവലിലാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ വലിയ മുഴക്കോലാണ് എടുത്തത്. ആ വലിയ മുഴക്കോലെടുത്ത് നമ്മൾ ഈ മുഴക്കോലിട്ട് ചുമരിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരു ഗ്യാപ്പോ ഒന്നുമില്ല, കാരണം ഒരു മുഴയോ ഒന്നുമില്ല. അത്രയ്ക്കും പെർഫെക്റ്റായിട്ടാണ് ഞങ്ങൾ മുഴക്കോലിട്ട് തേച്ചിരിക്കുന്നത്.
അപ്പോൾ പല വീഡിയോയിലും ആൾക്കാർ പറയുന്നുണ്ട് മുഴക്കോൽ ഇടാൻ അറിയത്തില്ലേ, മുഴക്കോൽ ഇട്ട് നല്ല രീതിയിൽ ഇട്ട് ചെയ്യേണ്ടേ. ഞങ്ങൾ നല്ല രീതിയിലാണ് മുഴക്കോൽ ഇട്ട് ചെയ്യേണ്ടത്. എൻ്റെ പല വീഡിയോയിലും വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ എഡിറ്റ് ചെയ്ത് കളയുന്നതാണ്. കാരണം കുറച്ച് ഭാഗം മാത്രമേ എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പല ആൾക്കാർക്ക് ആ സംശയമുള്ളതുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പം നിങ്ങൾക്ക് എന്തായാലും ആ സംശയം മാറിക്കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ കരിങ്കല്ല് കെട്ടാണ്. അപ്പോൾ കരിങ്കല്ല് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കരിങ്കല്ല് കെട്ട് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ലൂസ് ഗ്രൗട്ട്, അതായത് നല്ല ലൂസ് ഗ്രൗട്ട് ഒഴിച്ചിട്ട് തീരെ വെള്ളം ഒഴിക്കാതെ മീഡിയം കണക്കിന് വേണം സിമൻറ്റ് നമ്മൾ അടിക്കാൻ. അപ്പോൾ ഇതുപോലെ കോരി നമുക്ക് എത്രത്തോളം നീട്ടി അടിക്കാൻ പറ്റുമോ അത്രത്തോളം നീട്ടി അടിക്കണം. അത്രത്തോളം നീട്ടി അടിക്കേണ്ട ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ ഈ കരിങ്കല്ല് കെട്ട് നമ്മൾ ഹോളോ ബ്രിക്സ് പോലെയല്ല, പെട്ടെന്ന് ഉണങ്ങില്ല. അത് പതുക്കെ ഉണങ്ങുള്ളൂ. അപ്പോൾ കാരണം ഇതിൽ നമ്മൾ ഇനി ലൂസ് ഗ്രൗട്ടും കൂടി തേക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ലെങ്ത് കൂട്ടി തന്നെ അടിക്കാൻ നോക്കണം. പിന്നെ പണ്ടൊക്കെയാണ് ഈ ബേസ്മെൻറ്റിൽ ബോർഡർ കൊടുത്ത് ചെയ്യുന്നത്. ഇപ്പം സാധാരണ ആരും ബോർഡർ കൊടുത്ത് ചെയ്യത്തില്ല. അതായത് ഒരു പത്തിരിപ്പിട്ട് ചെയ്യും. ഇപ്പം അങ്ങനെ ആരും ചെയ്യത്തില്ല. ഒരെണ്ണക്കൊക്കെ ഇതാണ് നല്ലത്. കാരണം നമുക്ക് ഒറ്റ ലെവലിന് പ്ലാസ്റ്റർ ചെയ്തെടുക്കാം. അത്രയും ആ ഒരു 2 ഇഞ്ച് പത്തിരിപ്പ് കൊടുക്കുന്നത് നമുക്ക് റൂമിനകത്ത് അത്രയും സ്ഥലം കിട്ടും. കാരണം ഓരോ പണ്ടൊക്കെ ബോർഡർ കൊടുത്ത് അതിലെന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അത് സത്യം പറയാൻ അത് പണി കൂടുതലുമാണ്. ഇതാകുമ്പോൾ ഒറ്റ ലെവലിന് വർക്ക് കംപ്ലീറ്റ് ഫിനിഷിങ് ആകും. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ താഴെ നിന്ന് 2 അടി ഹൈറ്റിന് നമ്മൾ ഗ്രൗട്ട് വയ്ക്കണം. പല ആൾക്കാരും നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഗ്രൗട്ട് വയ്ക്കാറില്ല. അപ്പോൾ ഈ ഗ്രൗട്ട് വയ്ക്കുന്ന എന്തിനാണ്? നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ വെള്ളം തറയിൽ വീഴുന്നു, ഈ തറയിലിടിച്ച് നമ്മളെ ചുമരിൽ വെള്ളം തെറിക്കും. അപ്പോൾ വെള്ളം തെറിക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ്ങിനോ അതിനകത്തിരിക്കുന്ന ഹോളോ ബ്രിക്കിലോ നമുക്ക് ഈർപ്പം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം അടിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം വരാതെ തടയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രൗട്ട് വയ്ക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അത് വീടിൻ്റെ പുറം സൈഡ്, അതുപോലെ തന്നെ സെൻസൈഡിൻ്റെ മേളിൽ കംപ്ലീറ്റും എവിടെയൊക്കെ ചുമര് വരുന്നോ നനയും എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മുഴുവനും ഇതുപോലെ ഗ്രൗട്ട് വയ്ക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വർക്ക് കാണുമ്പോൾ അറിയാം എത്രത്തോളം നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്, എത്ര ഏരിയ പ്ലാസ്റ്ററിങ് ചെയ്തതെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം. അത്യാവശ്യം ഒരാൾ കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്തു. അടിയിൽ ഗ്രൗട്ട് വെച്ചു, ഏകദേശം 2-2.25 അടി പൊക്കത്തിന് ഗ്രൗട്ട് വെച്ചു കംപ്ലീറ്റ്. അതായത് ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങളെക്കൊണ്ട് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമോ, കാരണം എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് തന്ന വർക്കാണ്. അപ്പം ഇതുപോലെയാണ് ഓരോ വർക്കുകളും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ആ രീതിയിൽ ചെയ്തു കൊടുക്കണം. ഞങ്ങൾ ഈ ഒരു സൈഡും പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെട്ടിയിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇലക്ട്രിക്കിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്, ഒരു ലൈറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ലൈന് പോകാണ്ട്, അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ അറുത്ത് വിട്ടിരിക്കുന്നത്. ഇവിടെ ഒരു കട്ടളയില, ഒരു കുച്ചയുണ്ട്, മോന. അപ്പോൾ ഞങ്ങൾ അതും പ്ലാസ്റ്ററിങ് ചെയ്തു. ഈ ഒരു സൈഡും പ്ലാസ്റ്ററിങ് ചെയ്തു. ഈ കോണറും നല്ല രീതിയിൽ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചുമര് കംപ്ലീറ്റ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്ത് ഗ്രൗട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.